Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ആക്ച്വലി പറയാൻ പോകുന്നത് നമ്മുടെ ANQന്റെ X കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാം ഒരു പ്രീപെയ്ഡ് കാർഡാണ്. നമുക്ക് ആക്ച്വലി ഈ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് തിരിച്ചു കിട്ടുന്നത് നമുക്ക് ആക്ച്വലി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഡിജിറ്റൽ ഗോൾഡ് ആയിട്ടും അല്ലെങ്കിൽ ബിറ്റ് കോയിൻസ് ആയിട്ടാണ് ആക്ച്വലി ഈ കാർഡ് നമുക്ക് റിട്ടേൺ ആയിട്ട് ക്യാഷ് ബാക്കിന് പകരം നമുക്ക് തരുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ കാർഡ് അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിത് എന്താ പറയുക ഫ്രീ കാർഡാണ്. നമുക്ക് ആക്ച്വലി പക്ഷേ ഇനീഷ്യലി ഇവർക്കൊരു സബ്സ്ക്രിപ്ഷൻ പോലെ ഉണ്ട്. നോർമലി മിക്ക ടൈമിലും അത് ഓഫർ ബേസ്ഡ് ആയിരിക്കും. എനിക്ക് ആക്ച്വലി 199 രൂപ സംതിങ് അടയ്ക്കണം, 199 രൂപ സംതിങ് അടയ്ക്കാൻ ഒന്നാണെന്നുള്ളൂ ഇനീഷ്യൽ ഒരു സബ്സ്ക്രിപ്ഷൻ പോലെ. പിന്നെ ഇല്ല, ചിലവർക്ക് നോർമൽ അതിന് അവരുടെ റേറ്റ് വരുന്നത് 1499 രൂപയാണ്. പക്ഷെ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലായിരുന്നു. അത്ര രൂപ കൊടുത്തിട്ട് എടുക്കണ്ട. പക്ഷെ മിക്ക ആൾക്കാർക്കും നമുക്ക് ഓഫർ വരുന്നുണ്ട് 99 രൂപ 199 രൂപ അങ്ങനെ റേഞ്ചൊക്കെയാണ് നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം. ഞാൻ എന്തായാലും നമ്മുടെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി കാർഡ് ഉപയോഗിച്ചിട്ട് കുറേ ആക്ച്വലി ഡിജിറ്റൽ ഗോൾഡ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 3500 രൂപയ്ക്ക് ഡിജിറ്റൽ ഗോൾഡ് വാല്യൂ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം ഗോൾഡിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ആയിട്ടും എടുക്കാം, രണ്ടെണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. റൂപേ വേരിയന്റ് കാർഡാണ്. നമുക്ക് ആക്ച്വലി ഈ കാർഡ് കിട്ടണമെങ്കിൽ നമ്മുടെ ഇവരുടെ വാലറ്റിലേക്ക് ജസ്റ്റ് ഒരു 250 രൂപയുടെ മുകളിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഫിസിക്കൽ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ആപ്പ് കാണിച്ചുതരാം. ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാനത് ആക്ച്വലി ഉപയോഗിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഇതാണ് എൻ്റെ ഹോം പേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണുന്നതായിരിക്കും ഓൾമോസ്റ്റ് 3200 രൂപ. ഞാൻ ആക്ച്വലി ഇത് ഉപയോഗിച്ചിട്ട് കുറേ ട്രാൻസാക്ഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കാർഡിൽ 55 രൂപ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ആഡ് ചെയ്യണം എക്സ്ട്രാ. നമുക്കൊരു UPI ഒക്കെ ഉപയോഗിച്ചിട്ട് എക്സ്ട്രാ ചാർജുകളോ സംഭവമൊന്നും ഇല്ലാണ്ട് തന്നെ ആഡ് ചെയ്യട്ടെ. ഇത് പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇവരുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അത് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്താ വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു 99% സാധനം അവർ റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിവിൽ സ്കോറിന് എഫക്ട് ചെയ്യും. അപ്പോൾ ഈ സാധനം അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് അപ്ലൈ ചെയ്താൽ മതി. എന്താ വെച്ചാൽ ഭയങ്കര റിജക്ഷൻ റേറ്റ് ആണ്. ഉമ്മാർ ചുമ്മാ റിജക്ട് ചെയ്ത് കളയുന്നുണ്ട്. യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുള്ളവർക്ക് തന്നെ റിജക്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ചിലവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്താ പറയുക സെലക്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവരുടെ ക്രെഡിറ്റ് കാർഡ് തീരെ എന്താ പറയുക റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ എക്സ് കാർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ് കേട്ടോ. നമുക്ക് പിന്നെ എക്സ്ട്രാ ആനുവൽ ചാർജോ സംഭവമൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡിന് പിന്നെ ആ ചാർജും സംഭവമൊക്കെ വരും. UPI ഉപയോഗിക്കാൻ പറ്റുന്ന കാർഡാണ്. അതിനാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ കാർഡും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ എന്താ പറയുക ഫിൻടെക് പ്ലാറ്റ്ഫോമിലത്തെ ക്രെഡിറ്റ് കാർഡുകൾ ഞാൻ അങ്ങനെ നോർമലി റെക്കമെൻഡ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അവന്മാർ എപ്പോൾ വേണമെങ്കിൽ ഇവരെ ചാർജും സംഭവങ്ങളൊക്കെ മാറ്റാം. അപ്പോൾ ഞാൻ അത് തീരെ റെക്കമെൻഡ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫീ ക്രെഡിറ്റ് കാർഡ്, അത് ഇവരുടെ പേര് അങ്ങനെയാണ്, ഫൈയും അതാണ് ഇവരുടെ ക്രെഡിറ്റ് കാർഡുകളുടെ പേരുകൾ. ഞാൻ അങ്ങനെ നോർമലി നമ്മുടെ വീഡിയോസ് ഒന്നും കാണാത്തത് അതുകൊണ്ടാണ് കേട്ടോ. ഞാനും എടുക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. യെസ് ബാങ്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറയുമ്പോൾ എനിക്ക് എൻ്റെ യെസ് ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് എന്തെങ്കിലും വേറെ ഉണ്ട്, നിങ്ങൾ കണ്ടായിരിക്കും. പക്ഷേ ഈ ഫിൻടെക് പ്ലാറ്റ്ഫോമുകളുടെ കാർഡ് ഞാൻ നോർമലി എടുക്കാറില്ല. നിങ്ങൾക്ക് അറിയും നമ്മുടെ ഫീ മണിക്കാരുടെ കാർഡ് ഉണ്ടായിരുന്നു, നമ്മുടെ ജൂപ്പിറ്റർക്ക് കാർഡ് ഉണ്ട്, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് എടുക്കാത്തതിൻ്റെയൊക്കെയുള്ള കാരണം അതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ജൂപ്പിറ്റർ മണിൻ്റെയും എന്താ പറയുക ഫീ മണിയുടെ ഒക്കെ അക്കൗണ്ടിൻ്റെ ചാർജസ് അവന്മാർ കൂടിയിട്ടുണ്ടില്ലേ, അതുപോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ പിന്നെ കുറേ കാലം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോറിനെ എഫക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പോയിട്ടില്ല, പിന്നെ അത് നോക്കാൻ പറ്റില്ല. പക്ഷേ ഇത് പ്രീപെയ്ഡ് കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ക്യാഷ് ആയിട്ട് ഇതിന് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ടൂറോ ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ശേഷം ക്യാഷ് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് സ്വൈപ്പ് ചെയ്യാനോ സംഭവമൊക്കെ ഉപയോഗിക്കാം. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നടന്നാൽ തന്നെ ഇതിലുള്ള കാശല്ല പോകുള്ളൂ. അവർക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതിലുള്ള കാശ് മാത്രമേ പോകുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഇതിലേക്ക് ബാങ്ക് അക്കൗണ്ട് സംഭവമൊന്നും ലിങ്ക്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും പോകില്ല. പിന്നെ പോരാന്ന് ക്രെഡിറ്റ് കാർഡും ഇല്ല, പ്രീപെയ്ഡ് കാർഡാണ്. അപ്പോൾ സേഫാണ്. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ കാരണം. അപ്പോൾ ഇതിന് അതും പോരാണ്ടല്ലോ, ഇതിന് കുറേ ഓഫേഴ്സ് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ ഇവരുടെ സൈറ്റിൽ തന്നെ ഇവരുടെ ആപ്പാണിത്. എനിക്ക് നമുക്ക് എന്താ പറയുക ആൻഡ്രോയിഡിന് ആപ്പുണ്ട്, എന്താ പറയുക iOS-ന് മാപ്പ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ ഓഫേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓഫർ കാണിച്ചിട്ടുണ്ടോ, ഇൻസ്റ്റന്റ് 5% ഓൺ റീചാർജസ്, ഫോൺ പേ ത്രൂ റീചാർജ് ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് 5% നമുക്ക് ക്യാഷ് ബാക്ക് അല്ല മറ്റേതായിട്ട് കിട്ടും. അങ്ങനെ കുറേ ഓഫർ വരും കേട്ടോ. 1% പ്ലസ് 200 ബൗണ്ടീസ് ഓൺ 10K 1, അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് 2% ക്യാഷ് ബാക്ക് ഓൺ ഫാസ്ടാഗ്, അതുപോലെ തന്നെ 5% ബൗണ്ടീസ് അറ്റ് ഗ്രോസറീസ്. ബൗണ്ടീസ് എന്ന് പറയുന്നതാണ് അവരുടെ ഈ റിട്ടേൺ കിട്ടുന്ന ക്യാഷ് ബാക്കിന് പറയുന്നതാണ് ബൗണ്ടീസ് എന്ന്. അതുപോലെ തന്നെ സെൻഡ് 10K ബൈ October 20th ഏൺ ₹300 ബൗണ്ടീസ്. അങ്ങനെ കുറേ ഓഫർ ഉണ്ട് കേട്ടോ. മേക്ക് മൈ ട്രിപ്പിൽ ഇൻസ്റ്റന്റ് 1.5%. അതുപോലെ അങ്ങനെ ഓഫർ വന്നുകൊണ്ടേയിരിക്കും. ഇതിലിപ്പോൾ ഇഷ്ടം പോലെ ഓഫർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എക്സ്ക്ലൂസീവ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ തന്നെ കാണാൻ കണ്ടു. എക്സ്ക്ലൂസീവ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. വ്യൂകൾ കൊടുത്ത് കഴിഞ്ഞാൽ കുറേ കാണാൻ പറ്റും. അതും ഡെയിലി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എൻ്റെ അവിടെ ഗോൾഡ് കാണാണ്ടോ, അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഒക്കെ അപ്പാണ്. അപ്പോൾ അതായിരിക്കും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ ഇത് ആക്ച്വലി ഇതിനെക്കുറിച്ച് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ വേണമെങ്കിൽ റെഫറൽ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആളുകൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു പ്രീപെയ്ഡ് കാർഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന പ്രീപെയ്ഡ് കാർഡ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. പ്രീപെയ്ഡ് കാർഡ് എന്ന് പറഞ്ഞാൽ വാലറ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ വാലറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുക. അതേപോലെ അതേ പരിപാടി തന്നെയാണ് പ്രീപെയ്ഡ് കാർഡ്. പ്രീപെയ്ഡ് കാർഡിലേക്ക്
നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ആഡ് ചെയ്യുക, എന്നിട്ട് ആ കാർഡ് ഉപയോഗിക്കാം. ക്യാഷ് ആഡ് ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രീപെയ്ഡ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് അല്ല, പ്രീപെയ്ഡ് കാർഡ് എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. പ്രത്യേകിച്ച് നിങ്ങൾ ട്രിപ്പ് സംഭവമൊക്കെ പോകുമ്പോൾ ഇതാണ് ഭയങ്കര സേഫ് പരിപാടി കേട്ടോ. പ്രീപെയ്ഡ് കാർഡാണ് ഏറ്റവും സേഫ്. നിങ്ങൾ കളഞ്ഞു പോയാലും വലിയ പഠിക്കാനൊന്നുമില്ല. അതിൽ എമൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ അത് ഈ സാധനം കളഞ്ഞു പോയാലും കുഴപ്പമില്ല. അത് റീപ്ലേസ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനൊക്കെ പറ്റും ആപ്പ് ത്രൂ. പക്ഷേ അത് കളഞ്ഞു പോയാലും വേറെ ഇഷ്യൂസ് സംഭവമോ ബാങ്ക് അക്കൗണ്ടിന് ഇഷ്യൂ അങ്ങനെ സംഭവമൊന്നും വരില്ല. ഇത് റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് കേട്ടോ. കണ്ടോ, റൂപേയിൽ വരുന്നതാണ്. ഇതാണ് കാർഡ്. ഇതിന്റെ പേര് മുമ്പിൽ പേരും സംഭവമൊന്നും ഇല്ല. ഇങ്ങനത്തെ ഒരു കാർഡാണ് കിട്ടുക കേട്ടോ. കാർഡിന്റെ ഡിസൈനൊക്കെ കൊള്ളാം, പക്ഷെ അവർക്കൊരു പേരൊക്കെ കൊടുക്കായിരുന്നു. ഇതിന്റെ പേര് വരുന്നത് ANQX കാർഡ് എന്നാണ്. പക്ഷെ ആ പേരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അത് വേറെ കാര്യം. നമ്പറും സംഭവമൊക്കെ ബാക്കിലാണ് കേട്ടോ. ഇത് പവേർഡ് ബൈ പൈൻ ലാബ്സ് ആണ്. ഉണ്ടോ, ഞാൻ നമ്പർ പൊത്തി പിടിച്ച് കാണിച്ചു തരാണ്. പൈൻ ലാബ്സ് ആണ് ഇത് പവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ANQന്റെ X കാർഡ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രീപെയ്ഡ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഫ്രം മൈ യൂസേജ് എക്സ്പീരിയൻസ് ആണ്. പ്രൊമോഷൻ സംഭവം നല്ല ഒന്നുകൂടെ എടുത്ത് പറയുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പറയുന്നതാണ്. അടുത്ത കാണാം. ബൈ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പേജ് ഫോളോ അടിച്ചാൽ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ.